നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന തൊഴിലവസരങ്ങളിലേക്ക്. ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയിൽ അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 ടെക്നിക്കൽ തസ്തികയിലേക്ക് നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി സ്ട്രീമിൽ 90 ഒഴിവുകളും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്ട്രീമിൽ 168 ഒഴിവുകളും ഉൾപ്പെടെ ആകെ 258 ഒഴിവുകളാണ് ഉള്ളത്. ശമ്പളം 44,900 മുതൽ 1,42,400 രൂപ വരെ. യോഗ്യത ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ BE അല്ലെങ്കിൽ BTech, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. അപേക്ഷകർ 2023, 2024, 2025 വർഷത്തിൽ ഗേറ്റ് സ്കോർ നേടിയവരായിരിക്കണം. ഗേറ്റ് കോഡ് EC/CS. പ്രായം 2025 നവംബർ 16 18 മുതൽ 27 വയസ്സ് വരെ. അർഹരായ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവുകൾ ലഭിക്കുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 16. കൂടുതൽ വിവരങ്ങൾക്കായി www.mha.gov.in അല്ലെങ്കിൽ www.ncs.gov.in എന്നീ വെബ്സൈറ്റുകൾ പരിശോധിക്കുക. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് SC/ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി തിരുവനന്തപുരം പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സമന്വയ പദ്ധതി പ്രകാരം നവംബർ 15 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. വേദി ഗവൺമെന്റ് ITI SCDD മരിയാപുരം. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2330 756 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഡൽഹിയിലെ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് അഥവാ NCERT പബ്ലിക്കേഷൻ ഡിവിഷനിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 1 വർഷമാണ് നിയമന കാലാവധി. 4 ഒഴിവുകളാണ് ഉള്ളത്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രശസ്ത പ്രസിദ്ധീകരണ സ്ഥാപനത്തിൽ സെയിൽസിലും സെയിൽസ് പ്രൊമോഷനിലും കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സെയിൽസ്, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ, കമ്പ്യൂട്ടർ പ്രാവീണ്യം എന്നിവ അഭികാമ്യമാണ്. പ്രായപരിധി 30 വയസ്സ്. ശമ്പളം 55,000 രൂപ. ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷ തപാൽ മാർഗമാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം: ദി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പബ്ലിക്കേഷൻ ഡിവിഷൻ, NCERT, ശ്രീ ഒറുബിന്ദോ മാർക്ക്, ന്യൂഡൽഹി 11016. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 നവംബർ 6. വെബ്സൈറ്റ് ncert.nic.in. ISROയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിൽ ഗ്രൂപ്പ് C തസ്തികകളിലേക്ക് നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. ഫിറ്റർ, മെഷീനിസ്റ്റ്, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ലാബ് അസിസ്റ്റന്റ് കെമിക്കൽ പ്ലാന്റ്, IT, ICTSM അല്ലെങ്കിൽ ITESM, ഇലക്ട്രീഷ്യൻ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ്, ഫാർമസിസ്റ്റ് A എന്നീ തസ്തികകളിലായി 55 ഒഴിവുകളാണ് ഉള്ളത്. ഫിറ്റർ, മെഷീനിസ്റ്റ് എന്നീ ട്രേഡുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് വിജയവും ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI, NTC അല്ലെങ്കിൽ NAC ആണ്. ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ 15 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. കൂടാതെ ഇലക്ട്രോണിക്സ് മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക് റേഡിയോ ആൻഡ് ടെലിവിഷൻ ട്രേഡിൽ ITI, NTC അല്ലെങ്കിൽ NAC ഉണ്ടായിരിക്കണം. IT, ICTSM അല്ലെങ്കിൽ ITESM തസ്തികയിലും 15 ഒഴിവുകളാണ് ഉള്ളത്. 10ാം ക്ലാസ് വിജയവും ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് ട്രേഡിൽ ITI, NTC അല്ലെങ്കിൽ NAC വിജയിച്ചിരിക്കണം.
ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ ഫാർമസി ഡിപ്ലോമയുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. ഒരൊഴിവാണ് ഈ തസ്തികയിൽ ഉള്ളത്. മറ്റ് തസ്തികകൾ, യോഗ്യതകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. എല്ലാ തസ്തികയിലേക്കും പ്രായം 18 മുതൽ 35 വയസ്സ് വരെയാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 13. വെബ്സൈറ്റ് www.sac.gov.in. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ പ്രൊബേഷണറി എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്, പ്രൊബേഷണറി എഞ്ചിനീയർ മെക്കാനിക്കൽ, പ്രൊബേഷണറി എഞ്ചിനീയർ കമ്പ്യൂട്ടർ സയൻസ്, പ്രൊബേഷണറി എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 340 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത സംബന്ധിച്ച വിശദാംശങ്ങൾക്കായി www.bel-india.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രായപരിധി 25 വയസ്സ്. കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 14. കൂടുതൽ വിവരങ്ങൾക്ക് 7996-347-666 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിനായി നവംബർ 17, 18 തീയതികളിൽ അഭിമുഖം നടത്തുന്നു. വേദി കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് കോൺഫറൻസ് ഹാൾ. ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, ഫിലോസഫി, സംസ്കൃതം, അഫ്സൽ ഉൽ ഉലമ, ഹിന്ദി തുടങ്ങിയ വിഷയങ്ങളിലായാണ് ഒഴിവുകൾ ഉള്ളത്. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ 55% മാർക്കോടെ നേടിയ PGയും നെറ്റ് അല്ലെങ്കിൽ PhDയുമാണ്. പ്രായം 2025 ജനുവരി 1 50 വയസ്സ്. ശമ്പളം 37,000 രൂപ. 1 വർഷമാണ് നിയമന കാലാവധി. വെബ്സൈറ്റ് www.uoc.ac.in. ഫോൺ 0424-240-7356. ടെറിട്ടോറിയൽ ആർമിയിൽ സോൾജിയർ ആകാൻ ഉദ്യോഗാർത്ഥികൾക്ക് സുവർണാവസരം. സോൾജിയർ ജനറൽ ഡ്യൂട്ടി, സോൾജിയർ ഷെഫ് കമ്മ്യൂണിറ്റി, മെസ് കുക്ക്, സ്റ്റുവാർഡ്, ആർട്ടിസാൻ വുഡ് വർക്ക്, ടെയ്ലർ, വാഷർമാൻ, ക്ലാർക്ക്, ഷെഫ് സ്പെഷ്യൽ, ER, ആർട്ടിസാൻ മെറ്റലർജി, ഹെയർ ഡ്രസ്സർ, ഹൗസ് കീപ്പർ എന്നീ തസ്തികകളിലേക്ക് സദേൺ കമാൻഡ് ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിന് കീഴിലെ വിവിധ ഇൻഫൻട്രി ബറ്റാലിയനുകളിലായി 1426 ഒഴിവുകളാണ് ഉള്ളത്. ഇതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് റാലി 2025 നവംബർ 15 മുതൽ ഡിസംബർ 1 വരെയാണ് നടക്കുന്നത്. കേരളത്തിലുള്ളവർക്ക് നവംബർ 27, 28 തീയതികളിൽ മഹാരാഷ്ട്രയിലെ കോലാപൂർ, ദേവ്ലാലി, തെലങ്കാനയിലെ സെക്കന്ദരാബാദ്, കർണാടകയിലെ ബെളഗാവി എന്നിവിടങ്ങളിൽ നടക്കുന്ന റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുക്കാവുന്നതാണ്. ഓരോ വിഭാഗത്തിലേക്കുമുള്ള യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്കായി www.ncs.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.